SYSന്റെ നിലമ്പൂർ സോൺ പ്രസിഡന്റ് ശ്രീ സഫ്വാൻ അസ്സേറിയാണ് എന്നോടൊപ്പം ചേരുന്നത്. വെൽഫെയർ പാർട്ടി ഇപ്പോൾ UDFിന്റെ തെരഞ്ഞെടുപ്പിൽ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. UDF അത് സ്വീകരിച്ചു. നേരത്തെ ആരുടെ ഷോക്കത്ത് തന്നെ വെൽഫെയർ പാർട്ടിക്കെതിരെ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുകയും വിമർശനം നടത്തുകയും ചെയ്ത ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മതരാഷ്ട്രവാദം എന്ന സമീപനം അവർക്കില്ല, പൂർണ്ണ പിന്തുണയാണ് എന്നതാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ആരുടെ പിന്തുണ സ്വീകരിക്കണം, ആരുടെ പിന്തുണ സ്വീകരിക്കണ്ട എന്നതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമാണ്, ഓരോ മുന്നണികളുടെ ഇഷ്ടങ്ങളാണ്. അതിലിടപെടാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഏത് വിഭാഗത്തിൻ്റെ പിന്തുണ സ്വീകരിക്കാനും വോട്ട് സ്വീകരിക്കാതിരിക്കാനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതേസമയം ഇവിടെ നിലനിൽക്കുന്നൊരു വസ്തുത ഉണ്ട്. അതായത് കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും അതുപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ വർഷങ്ങളായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായി അകറ്റി നിർത്തിയ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ പുതിയ വേഷനാകുന്ന വെൽഫെയർ പാർട്ടിയെയും അവർ അകറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടവുകളൊക്കെ അത് ഏത് പാർട്ടി ഉണ്ടാക്കിയാലും അത് ആത്യന്തികമായി നമ്മുടെ മതേതരത്വത്തിൻ്റെ ഫാബ്രിക്കിന് തന്നെ ദോഷം ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, മറ്റു ചില വർഗീയ സംഘടനകൾക്ക് വർഗീയ താല്പര്യങ്ങൾ വെച്ച് പുലർത്തി മുന്നോട്ട് വരാൻ കൂടി ചിലപ്പോൾ അത് സാധ്യത തുറന്നു കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഇടപെടലുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏത് വിഭാഗമാണെങ്കിലും ഏത് കക്ഷികളാണെങ്കിലും മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്. വെൽഫെയർ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയെ ഇലക്ഷന് പിന്തുണയ്ക്കുക എന്നുള്ളത് SYSനെ സംബന്ധിച്ച് സ്വീകാര്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ നിലപാടുകൾ ആദ്യ പ്രവർത്തകരിലേക്ക് കൃത്യമായി കൈമാറപ്പെടുന്നതാണ്. അത് ഒരു വിഭാഗം പിന്തുണച്ചു എന്നതുകൊണ്ട് പിന്തുണ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഇല്ല എന്നതുകൊണ്ട് കൊടുക്കുകയോ ചെയ്യുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങളത് ആ കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി മനസ്സിലാക്കി രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പുരോഗതിയും ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി കൈമാറും. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു മലപ്പുറം പോലത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങളെ കൂടി പരിഗണിച്ച് വേണം മുഖ്യധാര ഇവിടെയുള്ള മതസംഘടനകൾ അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം പരിഗണിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനെന്നാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതവർക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളെ വിലയിരുത്തുന്നത്. ആരുടെ ഷോക്കത്തിൻ്റെ നിലപാട് മാറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ആരുടെ വോട്ട് സ്വീകരിക്കണം ആരുടെ വോട്ട് സ്വീകരിക്കേണ്ട എന്നതൊക്കെ കക്ഷികളുടെ, ഞങ്ങൾ ആ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. ഞങ്ങളുടെ നിലപാടാണ്, ഞങ്ങളത് കൃത്യമായി പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ തീരുമാനിക്കേണ്ട അവർ തന്നെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് നിലമ്പൂരിൽ അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് സുന്നി വിഭാഗത്തിൽപ്പെടുന്ന വിഭാഗക്കാർക്കുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ, അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി പോലും അംഗീകരിക്കുന്നതാണ്, വെൽഫെയർ പാർട്ടി പോലും അംഗീകരിക്കുന്നതാണ്. ഇവിടുത്തെ ഈ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിട്ട് തന്നെ കാണാം, അല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു പിന്തുണ നിർണായകമായിട്ട് തന്നെ കാണാം. ഒരു സംശയമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രത്യേകിച്ച് AP വിഭാഗത്തിൻ്റെ സുന്നികളുടെ വോട്ട് ഏത് വിഭാഗത്തിലേക്കാണ് വീഴുന്നത് അവർക്കായിരിക്കും വിജയം ഉണ്ടായിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പിന്തുടരുന്നവർക്ക് ഒരുപക്ഷെ സമസ്തയുടെ നിലപാടുമായി യോജിച്ച് പോകാൻ കഴിയണമെന്നില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മതസംഘടനകളും, കേരളത്തിലെ എല്ലാ മതസംഘടനകളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൻ്റെയൊക്കെ തെളിവുകൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ, എല്ലാവരും ഇവരെ തള്ളി പറഞ്ഞവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ആലോചിച്ചിട്ട് വേണ്ടിയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനെന്നാണ്. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ ഈ ഒരു പിന്തുണ അത് UDFന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പരോക്ഷമായിട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, News 18.